ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ചട്ടിപ്പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസിയും ടേസ്റ്റി ആയിട്ട് ഈ ചട്ടിപ്പോള ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കുന്നതിന് മുൻപ് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം. മസാല തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് തന്നെ മുട്ട ഒന്ന് ബോയിൽ ചെയ്ത് മാറ്റി വെക്കാം. ഒരു 6 മുട്ടയാണ് ബോയിൽ ചെയ്യാൻ വെക്കുന്നത്. മുട്ട ഇപ്പം ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വേറൊരു ബൗളിലോട്ട് മാറ്റി അങ്ങോട്ട് വെക്കാം. മുട്ട തണുത്ത് വരുമ്പോഴേക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിലോട്ട് ഒരു 3-4 ഉള്ളി ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണേ, ഇതിൽ നമ്മൾ ചിക്കൻ ക്യൂബ്സ് കൂടെ ഈ ഒരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക, ഇതിലും ഓൾറെഡി ഉപ്പുള്ളതല്ലേ. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചിയും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം റോ ടേസ്റ്റ് മാറാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിൻ്റെ പകുതി കാശ്മീരി ചില്ലി പൗഡർ ഞാനിടുന്നത്, സാധാ മുളക് പൊടിയാലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഗരം മസാല പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില തന്നെ വേണമെന്നില്ല കേട്ടോ, അതിലോട്ട് കറിവേപ്പിലായാലും കുഴപ്പമില്ല. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം, അല്ലാണ്ട് വഴറ്റി ഉടക്കരുത്. ഇതുപോലെ നമ്മൾ പപ്സ് പോളക്കൊക്കെ ചെയ്യുന്ന മസാലയില്ല, അതേ കണക്ക് കേട്ടോ. ഇനി മിക്സിയുടെ ജാറിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചതും 1/4 കപ്പ് മൈദപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതുപോലെ തന്നെ 1/2 കപ്പോളം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബാറ്ററി ഇതുപോലെ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് അടിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. സാധാരണ ബൗളിലിട്ടിട്ട് കട്ടയില്ലാതെ കലക്കി എടുത്താൽ മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ദോശ ഇടുന്ന പോലെ മാവ് ഒഴിച്ച് ചുട്ടെടുക്കാം. ഒരു വശം ഒന്നായി വരുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ എടുത്ത് കളയും ചെയ്യണം, അവിടെ തന്നെ വെക്കരുത്. അപ്പോൾ അത് ഉണങ്ങിയ പോലെ ആയിപ്പോൾ, അങ്ങനെ ആവരുത്. ഈ ഒരു കനത്തിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. നല്ല എന്താ പറയുക, നമ്മൾ പാൽപ്പത്തിരിക്കൊക്കെ ചുട്ടെടുക്കുന്നില്ല, അതേ കണക്ക് കേട്ടോ. ഇനി ദോശ ചുടുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഏത് പോളാപാത്രമാണോ എടുക്കുന്നത് ആ പാനിന് കണക്കായിട്ടുള്ള വലിപ്പത്തിലായിരിക്കണം ഈ ദോശ ചുട്ടെടുക്കേണ്ടത്. വലിപ്പം കൂടിപ്പോയാൽ പിന്നെ നിങ്ങളത് കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ അത് എളുപ്പമാവും എന്ന് പറയായിരുന്നേ. അപ്പം ഞാനിപ്പോൾ എൻ്റെ പാനിന് കണക്കാക്കിയിട്ടുള്ള ആ ഒരു വലിപ്പത്തിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. അതുപോലെ ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് വേറൊരു ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് മിക്സ് ആകുന്ന വിധത്തിൽ ഒന്ന് പതപ്പിച്ചെടുക്കുക. പതപ്പിച്ചെടുക്കാന്ന് പറഞ്ഞാൽ കേക്കിനൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന പോലെ വേണ്ട, ജസ്റ്റ് ഒന്ന് ആ മുട്ട മഞ്ഞയും വെള്ളവും ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി. ഇത് നമുക്ക് ബൈൻഡ് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതാ മുട്ടയുടെ തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. നീളത്തിൽ ആയാലും നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. മുട്ട ഇതാ മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഏത് പാത്രത്തിലാണോ പോള സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ദോശ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അതാ ഞാൻ പറഞ്ഞത്, അളവ് കറക്റ്റ് ആക്കി എടുത്താൽ ബുദ്ധിമുട്ടാവില്ല കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ച മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ദോശ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വെക്കുമ്പോൾ തന്നെ 2 വെച്ച് കൊടുക്കാം, കാരണം നമുക്കത് ബൈൻഡായി കിട്ടേണ്ടതല്ലേ, പൊട്ടിപ്പോവരുതല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇനി മസാല ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. മസാല ഇടുമ്പോൾ തിക്കി നിറച്ച് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ലെയറായി വരുമ്പോൾ പൊട്ടിപ്പോകാൻ വഴിയുണ്ട്. പിന്നെ അതല്ലെങ്കിൽ ഈ 2 ദോശയാക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ഞാൻ ഫസ്റ്റ് ലെയറിലാണ് 2 ദോശ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ മുട്ട ഇതുപോലെ ഒന്ന് അടക്കി വെച്ച് കൊടുക്കുക. വീണ്ടും ദോശ അതിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ നമ്മൾ മാറ്റി വെച്ച മുട്ടയില്ലേ മിക്സ് ചെയ്തിട്ട് അത് ഇതിൻ്റെ സൈഡിലൂടെ മേളിലൂടെ ഒഴിച്ചിട്ട് സൈഡ് വശത്തുകൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ നോക്കാം. എന്നാൽ തന്നെ അത് ബൈൻഡായി കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടോ, സൈഡ് വശത്തുകൂടെ ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കുക. നമ്മളിങ്ങനെ ലെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ മുട്ട ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് മുകളിലേക്ക് എത്തുമ്പോഴേക്ക് കറക്റ്റായിട്ട് സീൽഡായി വന്നോളൂ കേട്ടോ. അതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുന്ന ദോശ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലെയറായി ചെയ്യുമ്പോഴും ഈ 2 ദോശ വെക്കണമെങ്കിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ബേസിന് മാത്രം 2 വെച്ച് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലെയറിൽ തന്നെ ഈ 2 വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പം പൊട്ടിപ്പോകാനൊക്കെ വഴിയുണ്ടാവുമല്ലോ. നല്ല നൈസായിട്ടുള്ള ദോശയല്ല, അതുകൊണ്ട് പറയാം കേട്ടോ. ഇനി ഇത് ഇങ്ങനെ ലെയറാക്കി ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ ഞാൻ ബേസിൽ 2 വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 വെക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരെ കംഫർട്ട് പോലെ ചെയ്തെടുക്കാമെന്ന് പറയുന്നതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ദോശ നല്ല നൈസായതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാൻ വഴിയുണ്ട്. ഇനി ബാക്കി ലെയറൊക്കെ ഞാനിത് മസാലയും മുട്ടയും കഴിയുന്നത് വരെ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കും. ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ 1-2 വെച്ച് കൊടുക്കുക. ഇനി ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് 2 മാക്സിമം വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ബേസിലും 2 എന്തായാലും വെച്ച് കൊടുക്കണം കേട്ടോ. അത് നിങ്ങൾ സെൻറ്ററിലുള്ളത് കുറഞ്ഞാലും ബേസിലുള്ളതും ടോപ്പിലുള്ളതും ഈ 2 തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഏറ്റവും മുകളിലോട്ട് ബാക്കി വന്ന മുട്ട മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നോട് മുകൾ ഭാഗത്ത് 2 വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ സെറ്റ് ചെയ്ത്
സെറ്റ് ചെയ്ത് വരുമ്പോൾ എൻ്റെ മൈൻഡിൽ 2 വെച്ച് എന്നുള്ള മൈൻഡോട് കൂടിയിട്ട് ഞാനത് മൊത്തം ഒഴിച്ച് സെറ്റ് ചെയ്തിട്ട് വേവിച്ചെടുത്തു. അതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ മുകൾ ഭാഗത്ത് 2 വെച്ചില്ല എന്ന്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി പോളാപാത്രം ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് കറുത്ത എള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് യാതൊരു നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു പാർട്ടിയിലൊക്കെ വെക്കുമ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഉപയോഗിക്കാത്ത ഏതെങ്കിലും പാനോ അതല്ലെങ്കിൽ മൂടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് ചൂടാക്കി അതിൻ്റെ മുകളിലോട്ട് ഈ പോളാപാത്രം വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഈ പോള ഉണ്ടാക്കാൻ വേറൊരു വഴിയും കൂടി പറഞ്ഞു തരാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നോ അതല്ലെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റീൽ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, കുറച്ച് കുഴിയുള്ള ടൈപ്പ് ലഞ്ച് ബോക്സ് അങ്ങനെയൊക്കെ, അപ്പോൾ അതിലോട്ട് നെയ്യ് പുരട്ടിയിട്ട് ഇപ്പം ചെയ്തതുപോലെ അതിലങ്ങ് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ആവിപ്പാത്രത്തിൽ വെച്ചിട്ടും കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ 2 വഴിയുണ്ടെന്ന് പറയായിരുന്നു. എല്ലാവരുടെ അടുത്തും ചിലപ്പോൾ പോളാപാത്രം ഉണ്ടായിന്ന് വരില്ലല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറയായിരുന്നേ. അപ്പോഴേക്കിതാ ഒരു 30 മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ഓരോരുത്തരുടെ ടൈമിനനുസരിച്ച് ഓൾറെഡി കുക്കായതുകൊണ്ട് തന്നെ കുറേ സമയമൊന്നും വെക്കേണ്ടി വന്നില്ല. പിന്നെ അതുപോലെ കൊള്ളിയോ സ്ക്യൂറൊന്നും വെച്ച് കുത്തി നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഒന്നാമത് മൈദപ്പൊടി മുട്ട ആയതുകൊണ്ട് തന്നെ അത് ഓൾറെഡി ഹാഫ് കുക്കായിട്ടല്ലേ നമ്മൾ സെറ്റ് ചെയ്തെടുത്തത്, അതുകൊണ്ട് തന്നെ അത് പ്രശ്നമില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ മുകൾ ഭാഗത്ത് 2 വെക്കാത്തത് കൊണ്ട് തന്നെ കണ്ടോ ആ മുകൾ ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മസാലയൊന്നും പുറത്ത് പോയില്ല കേട്ടോ. നമ്മൾ മുട്ടയും മൈദയൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് ബൈൻഡായി കിട്ടിയിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് 2 തന്നെ വെക്കാൻ നോക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇത് വേറൊരു പാനിലൂടെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിരുന്നുണ്ട്. ഫ്ലിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും നിങ്ങൾക്ക് ആ മുകൾ ഭാഗം ഒന്ന് കുക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊരു പാനിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് അങ്ങ് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഈ പാന് ഞാൻ ഇതേ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി കണ്ടോ അടിവശം ഒന്നും ഒട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി ഈ വശം കൂടി ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് കേട്ടോ. ആ പാൻ ഒന്ന് ചൂടാവേണ്ട ടൈമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാ ഇപ്പം നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ആ മുകൾ ഭാഗത്ത് വെക്കുന്നത് നിങ്ങൾ 2 തന്നെ വെച്ച് കൊടുക്കാൻ നോക്കാം. ഇത് കണ്ടോ ആ സെൻറ്ററിൽ മാത്രം കുറച്ചൊന്ന് വിട്ട പോലെ ആയിട്ടുണ്ട്. എന്നാലും സൈഡ് വശവും അടിവശവും ഒന്നും വിട്ടൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ ലെയർ ചെയ്യുമ്പോൾ തന്നെ ആ മുട്ട ലെയറിൽ ഒഴിച്ചൊഴിച്ച് കൊടുത്താൽ നല്ല സീൽഡായി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയി വന്നിട്ടില്ലേ. ഇതിങ്ങനെ ലെയറായിട്ട് ആ എഗ്ഗും കൂടെ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. വെറുതെ പറയില്ല, നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കുക. ഇതില്ലേ ഈവനിങ് സ്നാക്സ് ആയിട്ടല്ല, നമുക്ക് ഈവൻ കുട്ടികൾക്ക് ലഞ്ച് ബോക്സോ അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരെ കൊടുക്കുക കേട്ടോ. കൈ വല്ലാണ്ട് പൊള്ളുന്നുണ്ട്, ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൈ കണ്ടോ വല്ലാണ്ട് ചുവന്നു പോയി കൈ. കാരണം ഒന്നാമത് ലെയർ ചെയ്തത് എഗ്ഗല്ലേ, നല്ല ചൂടായിരുന്നു, അതുപോലെ തിൻ ലെയറും അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അവിടെ വെച്ചത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവും കേട്ടോ. പിന്നെ അതുപോലെ ഇത് ആട്ടപ്പൊടിയിലും ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾ മൈദപ്പൊടിക്ക് പകരം ആട്ടപ്പൊടി നമ്മൾ മുട്ടയും ചേർത്തൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ചുട്ടെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യാമെന്ന് പറയായിരുന്നു. അപ്പോൾ ചിലർക്ക് മൈദപ്പൊടിയിൽ ചെയ്യുന്നത് അത്ര ഹെൽത്തി അല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു. 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊടുത്തരണം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.